മിക്കവാറും എല്ലാ വർഷവും അമേരിക്കയുടെ പടിഞ്ഞാറേ തീരത്തുള്ള കാലിഫോർണിയയിലെ കാടുകളിൽ തീ പിടിക്കാറുണ്ട്. ആ കാട്ടുതീ കുറേ സമയം കത്തും, പിന്നെ അവിടെയുള്ള അഗ്നിശമന വിഭാഗം ആ തീ അണയ്ക്കും. അങ്ങനെ ആ പ്രശ്നം തീരുകയാണ് പതിവ്. എന്നാൽ 2025 ജനുവരി 7 കാലിഫോർണിയയിലെ കാട്ടിലുണ്ടായ തീ ഒരാഴ്ചയിലധികമായി കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തീപിടുത്തം പല വിധത്തിലുള്ള വിവാദങ്ങൾക്കും തീ കൊളുത്തിയിട്ടുണ്ട്. ആ വിവാദങ്ങളിൽ ചിലത് ഇങ്ങനെയാണ്. 1. ഗസയിലെ യുദ്ധത്തിൽ അമേരിക്കക്കാർ തീമഴ പെയ്ച്ചതിൻ്റെ ശിക്ഷയാണിത്. 2. കാലിഫോർണിയ സ്റ്റേറ്റ് ഭരിക്കുന്നവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ തീ ഉണ്ടായത്. 3. കാലിഫോർണിയയിലെ സർക്കാരിന് അഗ്നിശമന സേനയ്ക്ക് കൊടുക്കാൻ പണമില്ല. എന്നാൽ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപിനെതിരെ കേസ് നടത്താൻ കോടിക്കണക്കിന് ഡോളർ അവർ ചെലവഴിക്കുന്നു. 4. ദൈവത്തെ മറന്ന അമേരിക്കയ്ക്കുള്ള ശിക്ഷയാണിത്. 5. അധാർമികതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോളിവുഡിന് ദൈവം കൊടുത്ത ശിക്ഷയാണിത്. ഈ പറഞ്ഞ ആക്ഷേപങ്ങൾക്കൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ? സാധാരണ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഈ തീപിടുത്തം ഇത്ര തീവ്രതയുള്ളതാകാൻ കാരണം തീപിടുത്തം ഉണ്ടായ ഉടനെ ഏതാണ്ട് 160 മൈൽ സ്പീഡിൽ കാറ്റടിച്ചതാണ്. പിന്നെ ഇങ്ങനെ തീപിടുത്തം ഉണ്ടായത് എല്ലാം ആളുകളുടെ തെറ്റുകൊണ്ടാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാലിഫോർണിയയിലെ ഗവൺമെൻറ് അല്ല ആ കാടിന് തീയിട്ടത്. പിന്നെ വേറൊരു കാര്യം, ഈ തീപിടുത്തത്തിൽ മരിച്ച 25 പേരിൽ ആരും തന്നെ ഗസയിൽ ബോംബിടാനൊന്നും പോയിട്ടില്ല. അവിടുത്തെ അഗ്നിശമന സേനയ്ക്ക് ചില തെറ്റുകൾ പറ്റിക്കാണും. പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്ന് പറയുന്നത് ഒരല്പം കടന്ന കൈയാണ്. അധാർമികത ജീവിത ശൈലിയാക്കി മാറ്റിയ പല സിനിമാ താരങ്ങളും അതിസമ്പന്നരായ പ്രശസ്തരും ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തല്ലേ താമസിക്കുന്നത്. അവരുടെയൊക്കെ വലിയ വിലപിടിപ്പുള്ള പല വീടുകളും കത്തിപ്പോയില്ലേ. ഇതൊക്കെ കാണുമ്പോൾ ഈ തീപിടുത്തം ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ദൈവം തെറ്റിനെ ശിക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ദൈവം തെറ്റിന് കൊടുക്കുന്ന ശിക്ഷ വീട് കത്തിപ്പോകുന്നതല്ല. ദൈവം തെറ്റിന്, മനുഷ്യന്റെ പാപത്തിന് വെച്ചിരിക്കുന്ന ശിക്ഷ മരണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമെന്നാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. മനുഷ്യൻ്റെ തെറ്റിനുള്ള ശിക്ഷ ഒരു വീട് കത്തിപ്പോകുന്നതാണെങ്കിൽ അതെത്രയോ നല്ലതായിരുന്നു. നിത്യ നരകം എന്ന് പറയുന്നത് മരണത്തേക്കാൾ ഭീകരമായതാണ്. യഥാർത്ഥ മരണം എന്ന് പറയുന്നത് മരണശേഷം നിത്യമായി മനുഷ്യൻ കെടാത്ത തീയിൽ കഴിയേണ്ടി വരുന്നു എന്നതാണ്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യന് ഒരു വീട് കത്തിപ്പോയാൽ അതെത്രയോ നിസ്സാരമായ കാര്യമാണ്. മറ്റൊരു കാര്യം, ദൈവം പാപത്തെ ശിക്ഷിക്കും എന്ന് പറയുമ്പോൾ ആ പാപം വലിയ പാപങ്ങൾ മാത്രമല്ല, ചെറിയ പാപങ്ങളെയും ദൈവം ശിക്ഷിക്കും. അതിൻ്റെയും ശിക്ഷ മരണമാണ്. എന്ന് വച്ചാൽ കള്ളം പറയുന്നതിനും അസൂയപ്പെടുന്നതിനുമെല്ലാം ഉള്ള ശിക്ഷ മരണം തന്നെയാണ്. ആളുകൾ പ്രകടമായി തെറ്റുകൾ ചെയ്ത ഉടനെ തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ സംഭവിക്കാറുണ്ട്, പക്ഷേ എപ്പോഴും അങ്ങനെ സംഭവിക്കണം എന്നില്ല. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ അതിന് ശിക്ഷ കിട്ടണം എന്നില്ല. ചില ആളുകൾ വളരെയധികം ദുഷ്ടത ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. അവർക്കൊന്നും അവർ ചെയ്ത ദുഷ്ടതയ്ക്ക് അനുസരിച്ചുള്ള ശിക്ഷ കിട്ടിയിട്ടില്ല. അത്തരത്തിലുള്ള അനേക ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ദുരന്തമോ വൈഷമ്യമോ ഉണ്ടായാൽ അത് നമ്മെ നമ്മൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. ഉദാഹരണത്തിന്, ഞാൻ ഒരു ദിവസം ഓഫീസിൽ നിന്നും നേരത്തെ വീട്ടിൽ പോവുകയാണെന്ന് കരുതുക. ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ വണ്ടി കേടായി. ഉടനെ ഞാൻ ചിന്തിക്കും, ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ പോകുന്നത് കൊണ്ടാണോ എൻ്റെ വണ്ടി കേടായത്? തീർച്ചയായും അല്ല. ഞാൻ ഓഫീസിൽ നിന്നും
നേരത്തെ പോകുന്നത് തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷ മരണമാണ്, അല്ലാതെ വണ്ടി കേടാകുന്നതല്ല. എന്നാൽ വണ്ടി കേടാകുമ്പോൾ ഞാൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് എനിക്ക് ഒരു ഓർമ്മയുണ്ടാകും. അങ്ങനെ ഓർമ്മിക്കുന്നത് മാനസാന്തരത്തിലേക്ക് എന്നെ നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തെറ്റ് ചെയ്ത ഉടനെ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ അത് നമ്മൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ തെറ്റിനുള്ള ശിക്ഷയല്ല അത്. കാലിഫോർണിയയിലെ ഈ തീപിടുത്തവും അങ്ങനെ ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.